ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ ആസ് സൂൺ ആസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്തു അല്ലേ? കാണാത്തവർക്കായിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. മറക്കാതെ കാണണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആസ് വെൽ ആസ് സൂൺ ആസ് ഇതൊക്കെ. അപ്പോൾ കൺജങ്ഷൻ മൊത്തത്തിലും നിങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആസ് സൂൺ ആസ്. എന്താണ് ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഉടനെ അല്ലേ? ഉടനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് സൂൺ ആസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെയുള്ള പരീക്ഷകൾ എഴുതാനിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിച്ചു, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ ഉടനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആസ് സൂൺ ആസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? ഐ എയ്റ്റ് ആസ് സൂൺ ആസ് ഐ ഗോട്ട് ഹോം. ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിച്ചു. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പരീക്ഷാ ഹാളിൽ എത്തിയ ഉടനെ ഹാൾ ടിക്കറ്റ് എടുത്തു അല്ലേ? നമ്മളിപ്പോൾ പബ്ലിക്കൊക്കെ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തിയ ഉടനെ ഹാൾ ടിക്കറ്റ് എടുത്തു എന്നിങ്ങനെ പറയും. എത്തിയ ഉടനെ ഹാൾ ടിക്കറ്റ് എടുത്തു. ആസ് സൂൺ ആസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്ററിൽ മാത്രമല്ല ഫസ്റ്റിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ പരീക്ഷാ ഹാളിൽ എത്തിയ ഉടനെ ഹാൾ ടിക്കറ്റ് എടുത്തു. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ എക്സാം ഹാൾ ഐ ടുക്ക് ദ ഹാൾ ടിക്കറ്റ്. ആസ് സൂൺ ആസ് ഫസ്റ്റ് യൂസ് ചെയ്തു. അതിനുശേഷം ഐ റീച്ച്ഡ് ദ എക്സാം ഹാൾ ഐ ടുക്ക് ഞാൻ എടുത്തു ദ ഹാൾ ടിക്കറ്റ്. ഓക്കെ. അപ്പോൾ പരീക്ഷാ ഹാളിലെത്തിയ ഉടനെ ഞാൻ ഹാൾ ടിക്കറ്റ് എടുത്തു. അത് നമുക്ക് ആ ഉടനെ എന്നുള്ളിടത്ത് നമുക്ക് ആസ് സൂൺ ആസ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് കൂടി നോക്കൂ. എനിക്ക് ബസ് കിട്ടിയ ഉടനെ അവൾ പോയി അല്ലേ? എനിക്ക് ബസ് കിട്ടിയ ഉടനെ അവൾ പോയി എന്നെങ്ങനെ പറയും? ഷീ ലെഫ്റ്റ് ആസ് സൂൺ ആസ് ഐ ഗോട്ട് ദ ബസ്. ഷീ ലെഫ്റ്റ് അവൾ പോയി ആസ് സൂൺ ആസ് ഐ ഗോട്ട് ദ ബസ്. എനിക്ക് ബസ് കിട്ടിയ ഉടനെ അവൾ പോയി. നെക്സ്റ്റ്, ഞാൻ ബീച്ചിൽ എത്തിയ ഉടനെ ഒരു ഐസ്ക്രീം വാങ്ങി. ഞാൻ ബീച്ചിലെത്തിയ ഉടനെ ഒരു ഐസ്ക്രീം വാങ്ങി എന്നിങ്ങനെ പറയും? ഐ ബോട്ട് ആൻ ഐസ്ക്രീം ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ ബീച്ച്. ഐ ബോട്ട് ഞാൻ വാങ്ങി ആൻ ഐസ്ക്രീം ഒരു ഐസ്ക്രീം ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ ബീച്ച്. ഐ റീച്ച്ഡ് ദ ബീച്ച്. അപ്പം ഐ ബോട്ട് ആൻ ഐസ്ക്രീം ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ ബീച്ച്. ഞാൻ ബീച്ചിൽ എത്തിയ ഉടനെ ഒരു ഐസ്ക്രീം വാങ്ങി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആസ് സൂൺ ആസ് എന്ന് യൂസ് ചെയ്യേണ്ടത്. വല്ലാതെ വിശദീകരിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാനാണ് നമ്മൾ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ അവിടെ എത്തിയ ഉടനെ ഞാൻ ഇത് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ എത്തിയ ഉടനെ ഞാൻ അത് കഴിച്ചു, ഞാനല്ലെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ കിടന്നുറങ്ങി. ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് സെൻറ്റൻസുകൾ പറയാറുണ്ടല്ലോ. ആ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത ഉടനെയാണോ വേറെന്ത് ചെയ്തത് അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് സൂൺ ആസ് എന്ന് ആഡ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആസ് സൂൺ ആസ് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ മുമ്പത്തെ എല്ലാ വീഡിയോസും ഒന്നിനൊന്ന് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോകളൊക്കെ കാണുക കേട്ടോ. അതുപോലെ നമ്മൾ ഗ്രാമർ മാത്രമായിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.